ഹായ് കൂട്ടുകാരെ, ഞാനൊരു സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് അങ്കമാലിക്കാരുടേതാണോ കോഴിക്കോട്ടുകാരുടേതാണോ എന്നറിയില്ല. ഞാൻ കോഴിക്കോടായതുകൊണ്ട് ചിലപ്പോൾ കോഴിക്കോട്ടുകാരതായിരിക്കാം. ഓക്കെ, ഇപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ രണ്ടാമത്തെ പാല്, പിന്നെ ഒന്നാമത്തെ പാല്, കടുക് വറുക്കാനുള്ള കറിവേപ്പില, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില, പച്ചമുളക്. ഉപ്പിട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് തിരുമ്മി ഉള്ളിയുടെ നീരെടുക്കണം. വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി എടുത്തിട്ട് വേണം ബാക്കി ചേരുവകളെല്ലാം ചേർത്തിട്ട് നമുക്കതിന് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർക്കാം. ആദ്യം നമുക്കിതിനെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. നല്ലതുപോലെ കൈകൊണ്ട് അമർത്തി എടുത്തിട്ട് പിഴിഞ്ഞ് നോക്കണം. അപ്പോൾ അതിൽ നിന്നും ഉള്ളിയുടെ നീര് വരുന്നുണ്ടെങ്കിൽ പാകമാണ്. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ നോക്കിയാലോ, ഒരു കൈ നോക്കാം അല്ലേ. ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യണത്. പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്ത് രസമാണെന്നറിയോ ഇത് കാണാൻ. കൈയിൻ്റെ അകത്ത് നല്ല പുകച്ചിലൊക്കെ ഉണ്ട് ഈ രസത്തോടൊപ്പം തന്നെ. ഓ, എങ്ങനെയെങ്കിലും കൈ ഒന്ന് കഴുകിയാൽ മതി എന്നാണ്. പിഴിഞ്ഞ് നോക്കട്ടെ ആദ്യം. അരേ വാ, വന്നല്ലോ. ഉള്ളിനീര് ധാരധാരയായി വന്നിട്ടുണ്ട്. സൂപ്പർ. ഇനി കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ഇട്ടിട്ട് ഒന്നുകൂടെ അതിനെ അങ്ങോട്ട് ഞെരടി പിഴിയാം. ഞെക്കി പിഴിയാന്ന് കേട്ടിട്ടില്ല, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. ഞെക്കി പിഴിഞ്ഞ് തന്നെ എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ അകത്ത് കിടക്കുന്ന ഉള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം നീരും കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം മിക്സായി കഴിയുന്നത്. മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇനി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അയ്യോ കൂടിപ്പോയോ എന്നൊരു സംശയം. മുളക് എന്തെങ്കിലും ആവട്ടെ, നമുക്കതിനെ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഞെരടി എടുക്കാം കേട്ടോ. മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉള്ളിയുടെ നീരിൻ്റെ പുകച്ചിൽ എന്താണെന്നറിയോ. കൈ പത്തി മാത്രം എടുത്തിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കേണ്ടി വരും, വളയെ മാറ്റിയിട്ട്. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ആവാര പുകച്ചിലാണ്. ബാബാ, ഇത് കുറച്ചിങ്ങോട്ട് എടുത്തൊന്ന് നോക്കണം എൻ്റെ സുഹൃത്തുക്കളെ. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ആ മുളകും ഉപ്പും കരിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് ഇങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത് ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിലായിരുന്നില്ലേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ എൻ്റെ കൈയുടെ പുകച്ചിലെങ്ങനെ മാറും. ഞാൻ കഴുകിയേക്കാം. കൈ കഴുകി നന്നായിട്ട് കൈ കഴുകി ഒരല്പം കയ്യിൽ വെളിച്ചെണ്ണയും തൂവി വന്നു. അടുത്തത് നമുക്ക് തേങ്ങാപ്പാൽ 2ാം പാല് ഒഴിച്ചു കൊടുക്കണം. 2ാമത്തെ പാല് ഒഴിച്ചിട്ട് അതിലാണ് ഈ അരപ്പും മാങ്ങാ കഷ്ണങ്ങളും കൂടി നോക്കാം. ഉഷാറായല്ലോ. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തേങ്ങാപ്പാൽ മൊത്തം നമ്മുടെ ചട്ടിക്കകത്തോട്ട് വീണോളേ. അങ്ങനെ അതിനെ ഒന്ന് ഇട്ടതിന് ശേഷം മാങ്ങാ കഷ്ണങ്ങളും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചട്ടിയിൽ വെക്കണ മാങ്ങാക്കറി ആദ്യമായിട്ടാണ് ചട്ടിക്കകത്ത് മാങ്ങാക്കറി വെക്കണം ഞാൻ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാങ്ങയും അരപ്പും എല്ലാം കൂടി തിളച്ച് അപ്പോൾ കടുക് വറുക്കണമല്ലോ. കടുക് വറുക്കാൻ ചീനച്ചട്ടി വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു. അതിലേക്ക് മുളക്, കറിവേപ്പില, ഉലുവ. ഉള്ളി ഇടുന്നവരും ഉണ്ട് കേട്ടോ, ഞാൻ ഉള്ളി ഇട്ടിട്ടില്ലേ. പിന്നെ ആദ്യത്തെ പാലെടുത്ത് വെച്ചില്ലേ, അതങ്ങോട്ട് ഒഴിക്കുക. അങ്ങോട്ട് പതുക്കെ ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം തിളയ്ക്കരുത്. തിളയ്ക്കാനുള്ള ഒരുക്കങ്ങളുമായിട്ട് ചൂട് കൊണ്ട് ചട്ടിയിൽ നിന്നും സൈഡിലൂടെ കുമിളകളായി ഇങ്ങനെ വരുമ്പോൾ ഓഫ് ചെയ്തേക്കാം. അപ്പം എങ്ങനെയുണ്ട് മാങ്ങാക്കറി?
അസലായിട്ടില്ലേ കാണാൻ? അങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒരു ചെറിയ കുമിള വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം അല്ലേ? അധികം തിളയ്ക്കാൻ പാടില്ല. അത് കഴിഞ്ഞിതേ വെളിച്ചെണ്ണയിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരുന്ന കടുകും മുളകും കറിവേപ്പിലയും കൂടി ഒറ്റച്ചാട്ടം നമ്മുടെ മാങ്ങാക്കറിയിലേക്ക്. അവരങ്ങനെ മേലെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നു. ഇളക്കാൻ പാടില്ല. ഇളക്കിയാൽ എന്തു പറ്റും? അടിയിലോട്ട് പോകും. ചട്ടിയുടെ അടിവശത്തെത്തിയാലേ രുചിയെല്ലാം മാറും, ഫ്ലേവറെല്ലാം മാറും. ഇളക്കാതെ നമുക്കിങ്ങനെ ഒരു 5 മിനിറ്റെങ്കിലും ആയിക്കോട്ടെ അടച്ചു വയ്ക്കാമല്ലോ. അടച്ചു വെച്ചതിന് ശേഷമേ നമ്മളതൊന്ന് തുറക്കുമ്പം വരുന്നൊരു മണമുണ്ട്. എന്താ മണം എന്നറിയോ? ആ മണം മാത്രം മതിയാവും ചിലപ്പോൾ ചോറുണ്ണാൻ. എക്സോസ്റ്റ് ഇട്ടതുകൊണ്ട് അടുത്ത വീട്ടിലെല്ലാം ഈ മണം പരന്നു. 1-2 പേര് വന്നെൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി മാങ്ങാക്കറി ഉണ്ടാക്കിയോ? ആ, മാങ്ങാക്കറി ഉണ്ടാക്കി. അപ്പോൾ നമുക്കിത് ചോറിലൊഴിച്ച് തിന്നാം കേട്ടോ.